ഇന്ന് ഞാൻ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നൊരു വീഡിയോ ആണ് കേട്ടോ. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. അങ്ങനെ എസ്-സി-ടി-സിയിലാണ് നമ്മൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റാൻഡിലെത്തിയപ്പോഴാണ് ഞാൻ പെട്ടു എന്നുള്ള കാര്യക്ക് മനസ്സിലായത്. ഞാൻ പെട്ട് ഗൈസ്, ഞാൻ പെട്ട്. ആക്രാന്തം പൂത്തിട്ട് 4:45 ബസ്സിന് സമയം നോക്കാണ്ട് 2:30 വന്നിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് 4:45 ബസ്സെന്ന്. ആക്ച്വലി മുന്നേ ടിക്കറ്റിൽ 4:45 ഉണ്ട്, നോക്കിയില്ല. ആക്രാന്താണല്ലോ നമുക്ക് വേഗം നാട്ടിലെത്താനുള്ള ആക്രാന്തത്തിൽ 2:30 മുതൽ 4:45 വരെ ഇങ്ങനെ ഇരിക്കണം ഞാൻ. ഇനി വീട്ടിലെത്താൻ, ഇവിടെ തന്നെ വീട്ടിലെത്താൻ ഒരു 10-14 മണിക്കൂർ അടുത്തതാവും എനിക്ക്. ഭയങ്കര പതുക്കെ പോകുന്ന ദിവസം 14 മണിക്കൂറാവും നാട്ടിലെത്താനായിട്ട്. എനിക്കറിഞ്ഞു. പിന്നെ സമയം എങ്ങനെ കളയും, ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കേണ്ട 2.5 മണിക്കൂർ ഇല്ല എന്നൊക്കെ ആലോചിച്ചപ്പോഴായിരുന്നു പെൻഡിങ് വർക്ക്സ് കുറേ ഉള്ള കാര്യം ഓർമ്മ വന്നു. അപ്പോൾ അത് എന്തായാലും ചെയ്ത് തീർത്തു. അത് കഴിഞ്ഞ് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ബസ് വന്നു. ബസ് വന്നപ്പോൾ കുറേ സ്നാക്സ് വാങ്ങിച്ചു. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനെയാട്ടൊക്കെ കുറേ സ്നാക്സ് വേണം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ കുക്ക് ചെയ്ത് കൊണ്ടുപോയതുകൊണ്ട് കുറച്ച് സ്നാക്സ് വാങ്ങിച്ചിട്ടാണ് പോയിട്ടുണ്ട്. തമിഴ്നാട് ബസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ, ഇങ്ങനത്തെ പാട്ടൊക്കെയാണ് അവർ വെക്കുന്നത്. മര്യാദയ്ക്ക് നല്ല നല്ല പാട്ട് വെച്ചെങ്കിൽ അതെങ്കിലും കേട്ട് ഉറങ്ങായിരുന്നു. ഈ പാട്ട് കേട്ട് ഉറക്കാനും പറ്റണില്ല, എന്താ ചെയ്യാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾക്ക് ആർക്കും എനിക്ക് എസ്-സി-ടി-സിയിൽ പോകുമ്പോൾ ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ പറയണം. ഞാൻ ആദ്യമായിട്ടൊന്നല്ല പോകുന്നത്, പക്ഷേ ഈ പ്രാവശ്യമാണ് ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് എസ്-സി-ടി-സി ബസ്സിന്, അതും സ്ലീപ്പർ ബസ്സിൽ പാട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഫുഡ് കഴിക്കാനും വാഷ്റൂമിൽ പോകാനൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ വെളുപ്പിന് ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നാട്ടിലെത്തി. അപ്പോൾ ഫ്രണ്ട് വന്ന് പിക്ക് ചെയ്തു, അങ്ങനെ നേരെ വീട്ടിലെത്തി. ഇത്രയേ ഉള്ളൂ എൻ്റെ